ധനസഹായം നൽകി. കഴിഞ്ഞ ദിവസം പഴയന്നൂരിലുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് വ്യാപാരികൾക്കുണ്ടായ നഷ്ടം നികത്താൻ ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫോറത്തിന്റെ വിതരണവും താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ ഫണ്ടിൽ നിന്നും 2000 രൂപ വീതം 40 വ്യാപാരികൾക്ക് നൽകുന്ന ധനസഹായത്തിന്റെ ഉദ്ഘാടനം സമിതി രക്ഷാധികാരി ശോഭന രാജൻ നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് ആനന്ദ് ജയലക്ഷ്മി, സെക്രട്ടറി ഷാജു ജേക്കബ്, പ്രവീൺ, എക്സിക്യൂട്ടീവ് മെമ്പർ അലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ വേണ്ടി ഒരു അപേക്ഷ ഏൽപ്പിക്കാനുണ്ട്. ധനസഹായം നമ്മുടെ യൂണിറ്റിന്റെ രക്ഷാധികാരി ശ്രീമതി ശോഭന രാജൻ കൈമാറുന്നു. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉണ്ടായ വലിയ ശക്തമായ മഴയിൽ പഴയന്നൂർ ടൗണിലെ വ്യാപാരി വ്യവസായി സമിതിയിൽ അംഗമായ 40 കടകളോളം വെള്ളത്തിൽ മുങ്ങുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പഴയന്നൂർ വ്യാപാരി വ്യവസായി സമിതി എല്ലാ കടകളും സന്ദർശിച്ച് അവരുടെ വിഷമത്തിൽ പങ്കുചേരുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി എല്ലാ കടക്കാർക്കും വ്യവസായി സമിതിയിലെ അംഗമായ എല്ലാ നാശനഷ്ടം വന്ന കടകൾക്കും അവരുടെ കടകൾക്ക് ചെറിയൊരു സഹായം, അവരുടെ കടകൾ വൃത്തിയാക്കുന്നതിനെങ്കിലും ഉപകാരമാവും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളുടെ വ്യാപാരി സമിതിയുടെ ഫണ്ടിൽ നിന്നും ഓരോ കടയ്ക്കും 2000 രൂപ വെച്ച് നമ്മൾ കൊടുക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അത് കടകളിൽ വിതരണം ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മഴയിൽ അപകടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോം വില്ലേജ്, തഹസിൽദാർ, അങ്ങനെ കളക്ടർ ഓഫീസ് തുടങ്ങിയവയിലേക്ക് അയക്കുന്നതിന് വേണ്ട സഹായ സഹകരണങ്ങളും വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏകദേശം 40ഓളം വ്യാപാരികൾക്കാണ് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ സഹകരണം വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു.